ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴങ്ങാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതക്കും അതിശയൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ 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 யாராவது ஒரு தோசை சுட்டு கொடுத்திருக்காங்களா? நானும் இந்த உலகத்துல தான் இருக்கேன். ഈ പ്രായത്തിലുള്ള കുടുംബത്തിൽ ഒറ്റപ്പെട്ടിരുന്ന് ചിരിച്ചാൽ എന്തേതാ ഈ കണ്ണ് ഇതിനെത്ര ചിരിക്കണേ? ഞാൻ ജ്യോതിയുടെ പുതിയ ഫിലിമിന്റെ ടീസർ കണ്ട ഉമ്മച്ചേ. കണ്ട സിനിമകളൊന്നും കണ്ടു നടക്കാണ്ടേ എന്തെങ്കിലും പഠിച്ചൂടെ എനിക്ക്? ഇതൊക്കെ തന്നെയല്ലേ പഠിപ്പ്. ഈലിപ്പ എന്താ പഠിക്കാനുള്ളത്? നമ്മളെ നാട്ടിലെ വീട്ടമ്മമാരുടെ അവസ്ഥ ഈ 1.5 മിനിറ്റ് ടീസറിലുണ്ട്. അതിൽ ഉമ്മച്ചിന്റെയും ജീവിതമുണ്ട്. നിന്റെ ജീവിതത്തിനെ പറ്റി എന്തേതാ സിനിമയില്? ഉണ്ട്, അതാ ഞാൻ പറഞ്ഞത്. അല്ല വീട്ടമ്മമാർ എന്തേത് അവസ്ഥ ഈ 1.5 മിനിറ്റ് കാണിച്ചേ? ജ്യോതിയും ശരണ്യയും ഉർവശിയും ഭാനുപ്രിയും ഒരുമിച്ചൊരു വണ്ടി പോവാണ്. എടുക്ക് ഓരിടയ്ക്ക് പോയിക്കോട്ടെ, ഓര് പറയുന്നതിലാണ് കാര്യം. ഓ എന്തേതാ പറയണേ? അതിലൊരാൾ പറയാ എന്റെ വീട്ടിൽ 7 ആൾക്കാരുണ്ട്. ഒരാൾക്ക് ആവറേജ് 6 ദോശയെങ്കിലും വേണം രാവിലെ. 7 × 6 മാസത്തിൽ 20 ദിവസം ദോശയാണെന്ന് വിചാരിക്കാം. 20 × 12 മാസം × 30 ദിവസം. ഇതുവരെ ഞാൻ 3,02,400 ദോശയെങ്കിലും ചുട്ടു കാണുന്നു. അപ്പൊ കുറെ കൂടി പ്രായമുള്ള ഒരു ചേച്ചി പറയാ ഒരു 5 ലക്ഷം ദോശയെങ്കിലും ഓര് ചുട്ടു കാണുന്നു. അല്ല എന്തിനപ്പോ വല്ലവരും കൂടി ദോശന്റെ കണക്കൂട്ടണേ? ദോശ കണക്ക് കേട്ട് ജ്യോതിക്ക് ചോദിച്ച ചോദ്യത്തിലാണ് കാര്യം. ഇത്രയും നാള് നിങ്ങൾ വീട്ടിലുള്ളവർക്ക് ലക്ഷക്കണക്കിന് ദോശ ചുട്ടുകൊടുത്തു. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ദോശ പോലും ചുട്ടു തന്നിക്കൂന്ന്? അതൊരു നാന്തരം ചോദ്യം തന്നെ. വീട്ടമ്മയും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളാണെന്ന് ആ വീട്ടിലുള്ളവർ ഒട്ടും ചിന്തിക്കുന്നില്ല. സംഭവം ശരിയാണല്ലോ മോളെ. ഇത്രക്കും ബുദ്ധി ഉണ്ടായിട്ടു ഞാനെന്താ ആ വൈക്കൊന്ന് ചിന്തിക്കാഞ്ഞ്? ഒരു 2 ലക്ഷം പുട്ടെങ്കിലും ഞാൻ മുസക്കായ്ക്ക് ഉണ്ടാക്കി കൊടുത്തിക്കുന്നു. മൂപ്പർക്ക് ഈ ദോശ അല്ലേലും ഇഷ്ടം പുട്ടല്ലേ. ഇന്നേ വരെ ഒരു പുട്ടെങ്കിലും ഉപ്പച്ചി ഉമ്മച്ചിക്ക് ഉണ്ടാക്കി തന്നിക്കോ? അപ്പൊ ഉപ്പച്ചി സൂര്യ പോലുള്ള ഒരു ഭർത്താവല്ല. അല്ല ആരേ സൂര്യ? ഓ ജ്യോതികന്റെ ഭർത്താവ്. സൂര്യ ജ്യോതികക്ക് നല്ല ദോശ ഉണ്ടാക്കി കൊടുത്തു. ഭാര്യമാർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ മറ്റു നടന്മാരെ ചാലഞ്ച് ചെയ്യുകയും ചെയ്ത്. ഓനെ പോലെ കെട്ടിയോളോട് സ്നേഹമുള്ള ഭർത്താക്കന്മാർ നാട്ടിലെവിടെങ്കിലും ഉണ്ടോ? കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഞാനും എണ്ണി തുടങ്ങും. ചുടുന്ന പുട്ടിന്റെ ദോശന്റെ ഒക്കെ എണ്ണ. എന്നിട്ട് ഈ മൊബൈലിലെ കാൽക്കുലേറ്റർ ഞാൻ കണക്ക് കൂട്ടും. എന്നിട്ട് എന്റെ പുയ്യാപ്പിളക്ക് കാണിച്ചു കൊടുക്കും. പുയ്യാപ്പിളേനെ കിനാവ് കാണാനുള്ള പ്രായം നിനക്ക് ആയില്ല. പഠിച്ചിട്ട് ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അനക്ക് ദോശ ചുടുന്ന എണ്ണി കളിക്കേണ്ടി വരൂല. ജോലിയുള്ള ഭാര്യമാരുടെ സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉമ്മച്ചി. എന്താണെങ്കിലും ഈ കണ്ട ഈ 1.5 മിനിറ്റ് ടീച്ചറെ നിക്ക് കാണിച്ചുണ്ട്. ഓ ടീച്ചറല്ല ഉമ്മച്ചി, ടീച്ചർ. ഇതാ നോക്ക്.
2 കഷ്ണം പുട്ടും കൊണ്ട് പോരട്ടെ. എന്തിനാ 2 കഷ്ണാക്കണേ? 2 കുറ്റി പുട്ടായിട്ട് മിണിക്കോളിങ്ങള്. 2 കുറ്റി പുട്ടൊന്നും തിന്നാ നമ്മളെ കൊണ്ട് പറ്റൂല പത്തു. ഒരു കുറ്റിയാണെങ്കിൽ നമ്മളൊരു കൈ നോക്കും. വരട്ടെ. എന്നും പുട്ടൻ ഞങ്ങൾ ഇങ്ങനെ വെട്ടി മിണിക്കോളിട്ടോ. അതിനെന്താ, അനക്കുണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള സാധനല്ലേ പുട്ട്? അല്ലെങ്കിലും അടുക്കള പണി നിങ്ങൾ ആണുങ്ങൾക്ക് എളുപ്പപ്പണിയാണല്ലോ. അല്ല, പപ്പടം കിട്ടിയില്ല. പപ്പടം തീർന്നുപോയി. എന്റെ പാത്തോ, ഈ പുട്ട് പൊടിച്ചിട്ട് പപ്പടവും പഴവും കൂട്ടിക്കൊഴിച്ചിട്ട് തിന്നുമ്പോഴൊരു രസമുണ്ടല്ലോ, അതെന്റെ കടലക്കറി കൂട്ടുമ്പോ കിട്ടുന്നില്ല. എത്ര പുട്ടുണ്ടാക്കി തന്നിട്ട് ഉങ്ങൾക്ക് അതിന് ഒരു വിലയൂല്ലോ. അല്ല, ഇനിയിപ്പോ ഞാൻ അതിന്റെ വില തരണോ നമുക്ക് കൂലിയായിട്ട്? ഇത്രയും കാലായിട്ട് ഉണ്ടാക്കി തന്ന പുട്ടിന് കൂലി തരാൻ മാത്രമൊന്നുള്ള പൈസ MIT മൂസേന്റെ കയ്യിലില്ല. അല്ല, അതിനാത്രം പുട്ടൊക്കെ ഈ നമുക്ക് ഉണ്ടാക്കി തന്നുണ്ടോ? പിന്നല്ലാണ്ട് 10,000 കണക്കിന് പുട്ടുണ്ടാക്കി തന്നിക്കണ്. അതിന്റെ ഒക്കെ കൂലി നിശ്ചയിച്ചാലേ ലക്ഷങ്ങളും ഉണ്ടാവും. പടച്ചോനെ, ലക്ഷങ്ങളോ? അതൊന്നും കണക്കാത്. ദിവസം ശരാശരി 3 പുട്ടാണ് നിങ്ങൾ തിന്നണ്. 3 എണ്ണം ഞാനും, 2 എണ്ണം വീതം റസിയയും റിസ്വാനും. അപ്പൊ എത്ര കഷ്ണം പുട്ടായി? അപ്പോ 10. മാസത്തില് 20 ദിവസെങ്കിലും നമുക്ക് പുട്ടി. അന്നപ്പോ മാസത്തിൽ എത്ര പുട്ടായി? 200. അങ്ങനെ 12 മാസം 2400 പുട്ട്. അതായത് ഒരു കൊല്ലം ഞാൻ ഉണ്ടാക്കുന്ന 2400 പുട്ട്. കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് 48,000 പിട്ടാണ് നമ്മൾ പൊരലുണ്ടാക്കി. പടച്ചോനെ, അന്റെ കണക്ക് വല്ലാത്തൊരു കണക്കാണല്ലോ. ഈ കണക്കൊന്നും വെറും കണക്കല്ല. 6 ലക്ഷത്തിനടുത്ത് പുട്ട് ചുട്ടയില് എത്ര പുട്ട് നിങ്ങൾ തിന്നിണ്ടാവും? എന്നിട്ട് എത്ര പുട്ട് നിങ്ങൾ നമ്മക്കുണ്ടാക്കി തന്നിക്കണേ? ആ ചോദ്യം തൊണ്ട തൊടാതെ വീങ്ങാൻ പറ്റണില്ലേ നിങ്ങക്ക്? നമ്മള് തീരെ പ്രതീക്ഷിക്കൂല. അതാണ് നിങ്ങൾ ആണുങ്ങൾ. ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ഒരാളല്ലേ. ഈ ഞാന് 6 ലക്ഷം പുട്ട് ചുട്ട് ഇങ്ങക്ക് തന്നാല് 1/2 കഷ്ണം പുട്ടെങ്കിലും നിങ്ങൾക്ക് ചുട്ടിയരണ്ടേ? എന്താ പത്തു എനിക്ക് ഇപ്പൊ ഇങ്ങനെ തോന്നായി? പെണ്ണുങ്ങൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഏത് പെണ്ണുങ്ങള്? ജ്യോതികയും ഉർവശിയും ഭാനുപ്രിയയും ഒക്കെ. ആരൊക്കെയത്? നാട്ടിലെ പേരുകളൊന്നും അല്ലല്ലോ. ഈ ആ രാധന്റെ വനജയുടെ ഒക്കെ കൂടെ കൂടിയിട്ട് ആകെ വസലാവുന്നുണ്ട് കേട്ടോ. ഓരാരെങ്കിലും അയക്കൂ അന്നെ കൊണ്ട് ഈ വളഞ്ഞ വഴി ചിന്തിപ്പിച്ച്. വളഞ്ഞ വഴിയൊന്നല്ല, ഇതാണ് നേർവഴി, നേരായ വഴി. ഞമ്മക്ക് പുട്ടുണ്ടാക്കണമെന്ന് അറിയില്ല, ഇന്നിട്ട് പഠിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഞമ്മളെ കൈകൊണ്ട് പുട്ടുണ്ടാക്കിയിട്ട് ഈ ജന്മത്തിലേക്ക് തിന്നുന്ന കിനാവും കാണണ്ട. ഓ, ഇത് വല്ലാത്തൊരു തീരുമാനം. ആ സൂര്യ ഓന്റെ കെട്ടിയോള് ജ്യോതികക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തിക്കണേ. പാത്തോ, അന്നോട് നമ്മള് പലവട്ടം പറഞ്ഞിക്കണ് അയൽവാസികളുടെ അടുക്കളയും കിടപ്പുമുറിയും കണ്ടിട്ട് നമ്മളെ താരതമ്യം ചെയ്യരുതെന്ന്. ഒരൊറ്റ ചോദ്യം കൊണ്ട് പുട്ട് തേച്ചോ ഈ മനുഷ്യന്റെ? ഓ, ഉച്ച കഴിക്കോ ഈ മനുഷ്യന്റെ? MIT Musa. ഉണക്കപ്പുട്ട് എനിക്ക് മാണ്ട പൊട്ടി. എല്ലാവർക്കും ഞാൻ പുട്ടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാരും അത് നേമ്പൊക്കെ വിട്ടു പോവുകയും ചെയ്യും. ഇത് പറ്റി തിന്നാൻ വേണ്ടിട്ട് ഞാൻ തന്നെ ചുട്ടതാ. ഞാൻ തന്നെ പുട്ട് ചുടണി, ഞാൻ തന്നെ തിന്നണി. അതിലൊരു സുഖമില്ല കതീസുമ്മ. എന്തെങ്കിലും സുഖം കിട്ടാനാണോ പത്തോ പുട്ടുണ്ടാക്കുന്നത്? വിശപ്പ് മാറാനല്ലേ? ആരെങ്കിലും ഉണ്ടാക്കി തന്നാ തിന്നായിരുന്നു. മുമ്പൊക്കെ ആരുണ്ടാക്കി തരാന്? നമ്മള് തിന്നുന്നുണ്ടോ? നമ്മളെ വിശപ്പ് മാറുന്നുണ്ടോ? ഇതൊന്നും ആരും നോക്കൂല. പുട്ട് ചുട്ടിട്ടില്ലേലും ഓരറിയും എന്തേ ചുട്ടില്ലാന്ന് ചോദിക്കും. അതിനൊക്കെ ഒരു മാറ്റം വരണം. ഏത് കാലവും പൊരയുള്ളവർക്ക് വെച്ച് വിളമ്പുമ്പോ ഒരു നേരെങ്കിലും പൊരയുള്ള പെണ്ണുങ്ങൾക്ക് വെച്ച് വിളമ്പാൻ ബാക്കിയുള്ള ആൾക്കാർ ഉത്സാഹം കാണിക്കണ്ടേ? അതിനൊരു കാലം വരെയായിരിക്കും. അന്നേ കാക്ക മലർന്നു പറക്കും, പൂവങ്കോഴി മുട്ടടും, ഒച്ച വെള്ളം പാലാവും. അങ്ങനെ നടക്കാത്ത കാര്യങ്ങൾ നടത്താൻ ചില പെണ്ണുങ്ങൾ ഇറങ്ങി തിരിച്ചാ പിന്നെ ആണുങ്ങളൊക്കെ നമ്മളെ വഴിക്ക് വരൂ. അതിക്ക് ഉറപ്പാ. അങ്ങനെ ചില പെണ്ണുങ്ങൾ ഇറങ്ങി തിരിച്ചിക്കണ്. ആരൊക്കെയാണ് ഒരു? ജ്യോതിക, ഉർവശി, ഭാനുപ്രിയ, സരണ്യ ഒക്കെ സിനിമ നടികളാണ്. സിനിമ നടിമാരല്ലേ? ഓരൊക്കെ അഭിനയിക്കും. അഭിനയിക്കാണെങ്കിലും ഓരൊക്കെ നമ്മളെ കുടുംബത്തിലെ ഓരോരോ കാര്യങ്ങളല്ലേ പറഞ്ഞിരുന്നേ. അല്ല, നിങ്ങളിപ്പോ എന്തിനാ പുട്ടെടുക്കണേ?
എടോ നിന്റെ പോരല്ലേ പയ്യനെ വെള്ളത്തിലിടാൻ അത് നിന്നോട്ടെ. ആനക്ക് വേണ്ട, നീ നേരത്തെ പറഞ്ഞിട്ടുണ്ടെ ഞാൻ അതൊക്കെ ഒന്ന് വാങ്ങിയേനു. ആ മിണ്ടാപ്രാണിക്കെങ്കിലും അതൊരു ഉപകാരമാകേനു. അല്ല പത്തോ, ഈ ഉണക്കപ്പിട്ട അതിന് പിടിക്കുകയോ? ഉണക്കപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ആ തന്നെ വെച്ചിട്ട് പൊയ്ക്കോളി. എനിക്കൊരു സങ്കടവും വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. മൂസ പുറ്റുണ്ടാക്കിയത് തിന്നാൻ കാത്തു കുത്തിരിക്കുക. എടോ കെട്ടിയാൻ ചുട്ടാലേ പുട്ടുമുള പഞ്ചായത്ത് പോ. കേരളം വരൾച്ചയില്ല. പഠിച്ചോനെ, ഇട്ട് വെള്ളം രണ്ട് കീറി കിടക്കുക. ഉപ്പച്ചി അറിഞ്ഞോ? എന്ത്? ഉമ്മച്ചി രാവിലെ തന്നെ പുട്ട് തിന്നാതെ വലിച്ചെറിഞ്ഞ്. നിങ്ങളെ ഉമ്മക്കേ ഓരോ ദിവസം ഓരോ ഭ്രാന്താ. അതിനിപ്പോ ഞമ്മളെന്താക്കാനാ? ഉമ്മച്ചിന്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെ നിവർത്തിച്ചു കൊടുക്കണം. ഉമ്മച്ചിന്റെ ഏതാഗ്രഹം നമ്മൾ സാധിപ്പിച്ചു കൊടുക്കാത്തത്? ഉമ്മച്ചി ഉപ്പച്ചിനോട് പറഞ്ഞില്ലേ ആ പുട്ടുണ്ടാക്കി കൊടുക്കേ? ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് നിന്നാല് അതിനെ നേരം ഉണ്ടാവുള്ളൂ. അത് ഉപ്പച്ചിക്കാണ് നിസ്സാര കാര്യം, ഉമ്മച്ചിക്ക് അത് വലിയ കാര്യമാണ്, സങ്കടം ഉണ്ടാക്കുന്ന കാര്യം. ഇക്കണക്കിന് പോയാലേ നാളെ ഓള് സാരി ഉടുപ്പിച്ചു കൊടുക്കണമെന്ന് പറയും, മുടി കെട്ടി കൊടുക്കണമെന്ന് പറയും. 40-40 വയസ്സായില്ലേ, ചെറിയ കുട്ടികളെ പോലെ വാശി പിടിക്കരുത്, പ്രായത്തിന്റെ പക്വത കാണിക്കണോ? ചില കാര്യങ്ങള് ഉമ്മച്ചിന്റെ സന്തോഷത്തിന് ഉമ്മക്ക് ചെയ്തു കൊടുത്താൽ എന്തിത്താ ഉപ്പച്ചിയെ? നാളെ ഓളെ ഡ്രസ്സ് തിരുമ്പി കൊടുക്കണമെന്ന് പറയും. അങ്ങനെ പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? ഇപ്പൊ തന്നെ 10-20 കൊല്ലത്തെ പുട്ടിന്റെ കണക്കായിട്ട് ഓള് വന്ന്. ഇനി എന്തൊക്കെ കണക്കെടുക്കുന്ന ആർക്കറിയാ? 6 ലക്ഷം പുട്ടിന്റെ കണക്ക് കേട്ടപ്പോ ഉപ്പച്ചി ഞെട്ടിയില്ലേ? ഇനി എന്തൊക്കെ കേൾപ്പിച്ചിട്ടാ ഓള് നമ്മളെ ഞെട്ടിക്കാനും ഞമ്മക്കറിയില്ല. പക്ഷെ ഉമ്മച്ചിനെ സന്തോഷിപ്പിക്കേണ്ടത് ഇപ്പൊ നമ്മളെ ആവശ്യം കൂടിയാണ്. നാളെ മുതൽ ഉമ്മച്ചി അടുക്കള സമരം പ്രഖ്യാപിച്ചാല് നമ്മൾ എന്ത് ചെയ്യും? വലഞ്ഞൂലേ? അങ്ങനെയാണെങ്കിലേ നമ്മളിവിടെ നിരാഹാരം കിടക്കും. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആശുപത്രിയിലാക്കട്ടെ. എല്ലാ നോമ്പും പിടിക്കണം ഞമ്മക്കേ അതത്ര ബസ്മുള്ള കാര്യമൊന്നുമല്ല. എന്റെ ഉപ്പച്ചിയെ, ഉമ്മച്ചിനെ തോൽപ്പിക്കാനാണ് ഉപ്പച്ചി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം ഉമ്മച്ചിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ആലോചിച്ചൂടെ? മോളെ, നാളെ നമ്മൾ ഓൾക്ക് പുട്ടുണ്ടാക്കി കൊടുക്കാന്ന് വിചാരിക്കാം, അതൊക്കെ സന്തോഷാവും. പക്ഷെ അത് അനാവശ്യമായ ഒരു കീഴ്വഴക്കായി പോകും. കെട്ടിയോൾക്ക് മുന്നിൽ കീഴടങ്ങാൻ പാടില്ല. അത് ഉപ്പച്ചിന്റെ ഈഗോ. ഒരു പുട്ടുണ്ടാക്കി കൊടുത്താല് ഉമ്മച്ചിന്റെ മുമ്പിൽ തല കുനിച്ച മാതിരി ആവുന്നുള്ളതിന്റെ പേടി. എന്റെ ഉപ്പച്ചി ഇത്രയുള്ളൂ ആണത്തെന്ന് പറഞ്ഞാ? മോൾ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, മീൻ കച്ചവടം നടത്താൻ നമ്മളോളെ വിളിക്കുന്നൊന്നുമില്ലല്ലോ. എന്തായാലും ഞാൻ നാളെ ഉമ്മച്ചിക്ക് പുട്ടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. അതിന് എനിക്ക് പുട്ടുണ്ടാക്കാൻ അറിയോ? അത് പഠിക്കണം. പക്ഷെ ഉപ്പച്ചി പഠിച്ചാലൊരു പ്രശ്നമുണ്ട്, ഇടക്കിടക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. എന്നാലും ഉമ്മച്ചിന്റെ സങ്കടം മാറ്റാൻ ഞാൻ ആവും പോലെ പുട്ടുണ്ടാക്കും. ഏതായാലും ഞമ്മളെ ആ വൈക്കൊന്നും വരുന്നില്ല. പുട്ടുണ്ടാക്കിയാല് വെള്ളപ്പായി മാറുമെന്നാ ഞമ്മക്ക് പേടി. തോന്നുന്നേ കുറച്ച് പൊടിയിടാ. പൊടി കൂടിയോ? എന്നാ വെള്ളം ഒഴിക്കാം. വെള്ളം കൂടിയല്ലോ. പൊടിയിടാ. ഞാൻ ഉമ്മച്ചിക്ക് പുട്ടുണ്ടാക്കി തരാൻ വേണ്ടി നോക്ക. എനിക്ക് പുട്ടുണ്ടാക്കി തരാൻ 1 കിലോ പൊടി വേണോ? അതിന് എന്ത് ചെയ്യാൻ പറ്റും ഉമ്മച്ചിയെ? ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? എല്ലാം കൂടി ഉപ്പുമാവ് ഉണ്ടാക്കി തിന്നേണ്ടി വരും. അന്റെ ഉപ്പച്ചിക്കാണെങ്കിൽ ഉപ്പുമാവെന്ന് പറഞ്ഞാ തന്നെ കലിയ. ഉപ്പച്ചിക്ക് ആരോ ഉപ്പുമാവിൽ എന്തോ കൈവശം കൊടുത്തിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. അല്ല റസിയ, എന്തിനാ പാവാത്തോരോരോ പണിക്ക് മെൻകെട്ടേ? 6 ലക്ഷം പുട്ട് ചുട്ടിട്ടും ഇപ്പോരയില് ആരെങ്കിലും ഒരു പുട്ടെങ്കിലും ഉമ്മച്ചിക്ക് ചുട്ടു തന്നിക്കോന്ന് ഇനി ഉമ്മച്ചി ചോദിക്കാതിരിക്കാൻ വേണ്ടിട്ടാ. അതിനാ ഞാൻ ഉമ്മച്ചിക്ക് ഈ പുട്ടുണ്ടാക്കാൻ വേണ്ടി നോക്കിയേ. അന്നപ്പ എന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ല, എന്റെ സങ്കടം മാറ്റാൻ വേണ്ടിട്ടുമല്ല. അല്ല, കൂട്ടത്തിൽ അതും മാറട്ടെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ പറഞ്ഞു. ഈ പൊരയിൽ ആർക്കും എന്നോടൊരു സ്നേഹവും ഇല്ല. എല്ലാവർക്കും പക്ഷെ എന്നെ ആവശ്യമാണ്. അടുക്കള ഒരു വീട്ടുപകരണമായിരി. ഉമ്മച്ചിന്റെ ഈ അവസ്ഥ കാണുമ്പോ കല്യാണം കഴിക്കേണ്ടെന്ന് തോന്നി പോവാ.
അങ്ങനൊന്നും തോന്നാൻ പാടില്ല. കല്യാണം മാണ്ടാന്ന് പറഞ്ഞ താച്ചന്റെ കാൽ നമ്മൾ ഒടിച്ചാളും. ആ അത് നല്ലതാ. കാലൊടിഞ്ഞ പിന്നെ എന്നെ ആരും കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ സുഖായി. ഉമ്മച്ചിനെ പോലെ അടുക്കള ജീവിതത്തില് അവഗണനയും പറഞ്ഞ് ഇങ്ങനെ നീറി നീറി ജീവിക്കേണ്ട കാര്യമില്ലല്ലോ ഉമ്മച്ചി. ഈ പോയിട്ട് 4 ലക്ഷം പഠിക്കാൻ നോക്ക്. ഈ അടുക്കളയിലെ പണി ഞാൻ തന്നെ നോക്കിക്കോളാം. നോക്കിയോ? എല്ലാം കൂടി ചാടി വെച്ച് വെച്ചപ്പോ എന്താണ് പഠിച്ചോനെ നമ്മൾ കാണുന്നത്? എല്ലാം കൂടി ചാടി വെളിയാക്കി ഇരട്ടിപ്പണി ആക്കാനായിട്ട് പോരെ ലൈറ്റിങ്ങള്. MIT Musa. എന്താണ് പാത്തു, ഞമ്മക്ക് പോവാനുള്ള നേരായി. ചായം കൂട്ടാനും കിട്ടിയില്ലല്ലോ. വേഗം കൊണ്ടുവര്. എന്തത്? ആ നിങ്ങൾ തിന്നാനുള്ള സാധനങ്ങൾ എന്താ കണ്ടാർന്നൂടെ? ഇത് ഉപ്പുമാവ്. ഇംഗ്ലീഷില് സാൾട്ട് മാംഗോ ട്രീ എന്ന് പറയും. ഉപ്പുമാവ് ഞമ്മക്ക് ഇഷ്ടമല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? നിങ്ങൾക്ക് ഇഷ്ടമല്ല മാത്രം വെച്ച് വിളമ്പാൻ തുടങ്ങിയിട്ട് കൊല്ലം 10-20 അത് ഓർമ്മ ഉണ്ടാണ് നിങ്ങൾക്ക്? ഓ അത് ശരി. അപ്പൊ ഇനിയുള്ള കാലം ഞമ്മക്ക് ഇഷ്ടമില്ലാത്തത് വെച്ച് വിളമ്പി തരാനാണ് എന്റെ പരിപാടി അല്ലേ? അതുകൊണ്ടല്ല ഇന്ന് പുട്ടിന് പകരം ഉപ്മാവ് ഉണ്ടാക്കിയത്. മൂസക്കായി, നിങ്ങളെ മോള് പുട്ടുപൊടിയിൽ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് ഒന്നിനും പറ്റാണ്ടാക്കി. ഉള്ള പൊടി മുഴുവൻ തീർന്നുപോയി. അതിന് മോളവിടെ പുട്ടുണ്ടാക്കല് ഇയ്യല്ലേ? പൊളിക്കൊന്ന് പുട്ടുണ്ടാക്കി തരാൻ നോക്കിയതാണ്. ആ ഈ പേരയിൽ എനിക്ക് പുട്ടുണ്ടാക്കി തരാൻ ശ്രമിക്കാനെങ്കിലും സാധ്യതയുള്ള ഒരാളായിരുന്നു ഓള്. അത് തീർന്നു. ഇനി ആരും എനിക്ക് പുട്ടുണ്ടാക്കി തരൂല. റസിയന്റെ ശ്രമം ഇങ്ങനെയായിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഇനിയും പറയാ, 1 ലക്ഷം പുട്ടുണ്ടാക്കി തന്ന് ആരും ഒരു കഷ്ടം പുട്ട് പോലും ഉണ്ടാക്കി തന്നില്ല എന്ന്. എന്റെ തോൽവിയിൽ പോരല്ലേ എല്ലാരും സന്തോഷിക്കല്ലേ? ഞാൻ ഏടെയും ജയിക്കാൻ പാടില്ല. പുട്ടല്ലാത്തൊരു സാധനവും ഞമ്മക്ക് വേണ്ട. എന്നാ പിന്നെ ഞങ്ങള് പട്ടിനെടുത്ത് ചാണ്ടി വരൂ. ഓ ഞമ്മള് പട്ടിനടുത്ത് മയ്യത്തായാലും അനക്കൊരു പ്രശ്നമില്ലല്ലോ. പിന്നെ അത്രയും കുറച്ച് പുട്ടിട്ടാ പോരെ. ആ അതാണ് എന്റെ മനസ്സിലിരിപ്പ്. ആണി ആണി ഇനി ഞമ്മക്ക് ഇഷ്ടമില്ലാത്ത സാധനം ഈ രാവിലെ വിളമ്പൂ. ഇഷ്ടല്ലാത്ത വിളമ്പിയാലും വെസ്കുമങ്ങൾ അത് തിന്നൂല്ലേ? അതുകൊണ്ട് വെക്കലും വിളമ്പൽ ഞാൻ അങ്ങ് നിർത്തും. അന്നപ്പോ നിങ്ങൾ എന്താക്കും? ഞമ്മളേതേ ഹോട്ടലിൽ നിന്ന് കഴിക്കൂ. ഒരു നേരം തിന്നാ പോരാ. എന്നാ 2 നേരം ആക്കൂ. പോരാ, 3 നേരം ആട് എന്നെ തിന്നണം. അതാ നല്ലത്. അതാവുമ്പോ പിന്നെ ഏതുമാണെങ്കിലും നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാലോ. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഇവിടുത്തെ അടുക്കളയിൽ തീ പുകയൂല. അതോ അന്റെ അടുക്കള സമരം പെരേല് വേണ്ട. IAS സമരം ചെയ്യരുന്ന കോടതി പറയണത്. അതുപോലെ തന്നെയാണ് വീട്ടമ്മമാരും. അവശ്യ സർവീസാണ് അടുക്കളയിലെ പാചകം. അത് നിർത്താൻ പാടില്ല. എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്താലേ സേവനം ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. ഇച്ചിരി സ്നേഹവും പരിഗണനയും ഒക്കെ കൊടുത്താലേ വീട്ടമ്മമാര് ഭക്ഷണം ഉണ്ടാക്കി തരൂ. അപ്പൊ ഈ സമരത്തിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനം. ആ അപ്പൊ സമരം ഒത്തുതീർപ്പാക്കാൻ നിങ്ങൾക്ക് ഒരു ഭാവവും ഇല്ലല്ലേ? ഞമ്മള് പുട്ടുണ്ടാക്കിയിട്ട് ഈ തിന്നൂല. ആ എന്നാ പിന്നെ ഞാൻ പുട്ടുണ്ടാക്കിട്ട് നിങ്ങളും തിന്നൂല. ഒരു പുട്ടുണ്ടാക്കിയ പൊല്ലാപ്പ്. ആരാണ് ഈ ജ്യോതികൻ സൂര്യൻ? കണ്ടത്തിനെയും കണ്ടിട്ട് മോന്തക്കെട്ടൊന്ന് പൊട്ടിക്കാനാ തോന്നുന്നത്. നല്ലപോലെ കഴിഞ്ഞു വന്ന പൊരേൻ അവിടെ തീയും പുക ഉണ്ടാക്കിയിട്ട് ഓരങ്ങോട്ട് സന്തോഷിക്കാം. കൊലക്കെ പോലൊരു ഉപ്മാവ്. എന്താ പൊട്ടെ കൈക്ക് പറ്റിയേ? ഒന്നും പറയണ്ട മൂസ. തീ പൊള്ളിയതാ. എങ്ങനെ പുള്ളി? പുട്ടുകുറ്റി ചൂടോടെ പിടിച്ചതാ. അതിലെ വെള്ളം ബ്ലൂ കയ്യിൽ വീടു, കൈ പൊള്ളി. അടുക്കളക്കാരാത്ത നിങ്ങളെന്തിനാ പുട്ടുകുറ്റി പിടിക്കാൻ പോയത്? തമിഴ്നാടൻ സൂര്യ എല്ലാ ഭർത്താക്കന്മാരെയും വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ ഭാര്യമാർക്ക് ദോശയും പുട്ടുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. ആ പടത്തിന്റെ ടീസർ കണ്ടതോടെ ഭാര്യ വിടുന്നില്ല. ഞാൻ തന്നെയൊക്കെ പുട്ടു ചുട്ടു കൊടുക്കണത്ര. പഠിച്ചോനെ, അപ്പൊ എല്ലാ പേരിലും ഇതിന്റെ സ്ഥിതി. മൂസാന്റെ പേരിൽ വന്നോ പുട്ടിന്റെ ഇഷ്യമായിട്ട് പാത്തു? വന്നു എന്ന് മാത്രല്ല, പുട്ടുണ്ടാക്കി കൊടുക്കണവരെ ഓള് അടുക്കള പൂട്ടിയിട്ട് സമരത്തിലുമാണ്. ആദ്യം കുറച്ചു ദിവസം ഞാൻ മസിലൊക്കെ പിടിച്ചു നോക്കി. പിന്നെ എത്ര ദിവസം വെച്ച് പിടിച്ചിക്കാൻ പറ്റൂ? ഓരോന്നെന്തെങ്കിലും തിന്നാൻ കിട്ടണ്ടേ? ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കാൻ പോയതാ. കൈ പുള്ളി നീറിയിട്ട് വയ്യ. അല്ല, ഞമ്മളും കുറച്ചു ദിവസം പിടിച്ചിക്കാൻ തീരുമാനിച്ച അങ്ങനെ ഞമ്മളും കൊണ്ട് വിട്ടുകൊടുക്കരുതല്ലോ. അത് വേണ്ട. പെണ്ണുങ്ങൾ പറയുന്നതിലും കാര്യമുണ്ട്. ഒരായുഷ്കാലത്തെ കണക്കാ അവര് പറയുന്നത്. ഇത് ഒരു പുട്ടിന്റെയോ ദോശന്റെയോ കാര്യമല്ല. അവരോടുള്ള പരിഗണനയുടെ പ്രശ്നമാണ്. ന്യായം അവരുടെ ഭാഗത്ത്. ആണോ? 100%.
നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ? വെച്ച് തരുന്നത് വെട്ടി വിഴുങ്ങന്നല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു നല്ല വാക്കെങ്കിലും അവരോട് പറയുന്നുണ്ടോ? അതിനവര് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ശരിയല്ലേ അമ്പോട്ട? ആ മെമ്പർ വലിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വരികയാണല്ലോ. എവിടുന്നോ കൈക്കൂലി വന്നിട്ടുണ്ടാവും. ദേ അംബുജാക്ഷ ഈ അനാവശ്യം പറയരുത്. ഇത് അരിപ്പൊടിയാ, മില്ലിന്ന് പൊടിച്ചുകൊണ്ടുവരാ പുട്ടുണ്ടാക്കാൻ. അല്ല, അപ്പൊ മെമ്പർ വീട്ടിൽ പുട്ട് പ്രശ്നമായോ? പ്രശ്നമായില്ല. കാരണോ ഞാനൊരു പുരുഷ മേധാവി അല്ലല്ലോ. ഓ, എന്റെ ഭാര്യ ഇന്നലെയാണ് സൂര്യന്റെ ചലഞ്ചിനെ പറ്റി അറിഞ്ഞത്. അപ്പൊ തന്നെ എന്നോട് കാര്യം പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. ഈ ആഴ്ച മുഴുവൻ അവൾക്ക് പുട്ടുണ്ടാക്കി കൊടുക്കുന്നത് ഞാനായി. അപ്പൊ തമ്മിലടിയില്ലാണ്ട് തടി കഴിച്ചിലാക്കി. എന്തിനാ തമ്മിലടി? കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അനാവശ്യമായി കൊണ്ടു നടക്കുന്ന ഈ ആൺകോയും എങ്ങ് മാറ്റിവെക്കണം. ഒരു ദിവസം ഭാര്യയ്ക്ക് പുട്ടും ചുട്ടു കൊടുത്തോണ്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോണില്ലല്ലോ. ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. പക്ഷേ പുട്ട് ചുട്ടു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ആമാശയം ചുരുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോളേ മെമ്പറേ, നിങ്ങൾ കുറച്ച് അരിപ്പൊടി എനിക്ക് തരുമോ? ഐശ്വര്യായി നമ്മളും ചുട്ടെടുക്കട്ടെ പുട്ട്. ഈ പാക്കറ്റ് പുട്ടുപൊടിനെക്കാളും നല്ലത് പൊടിച്ചു കൊണ്ടുവരുന്ന പുട്ടുപൊടിയാണല്ലോ. അങ്ങനെ ഈ എന്റെ ചെലവില് എന്റെ ബേബിക്ക് പുട്ട് ചുട്ടു കൊടുക്കണ്ട. പീഡിയയില് ഇഷ്ടം പോലെ കമ്പനീന്റെ പുട്ടിന്റെ പാക്കറ്റ് ഉണ്ട്, അത് വാങ്ങി ചുട്ടു കൊടുത്തോ. എന്നാലേ താമസിക്കണ്ട, വേഗം കടയിൽ പോയി അരിപ്പൊടി വാങ്ങി പുട്ട് ചുട്ടു കൊടുത്തേക്ക്. അല്ലേ പാത്തു എന്നെ പത്തിൽ ചുട്ടുകളയും. വേണ്ട, പുട്ടെന്നെ ചുട്ടാ മതി, നമ്മൾ ചുട്ടോളാം. ചെല്ലുക. കൈ നോക്കണേ. നോക്കാം. നിങ്ങളിതൊക്കെ ഇപ്പൊ പഠിച്ച് ഒരു അത്യാവശ്യം വരുമ്പോ എല്ലാരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കും. എന്നാ ഉപ്പച്ചി എന്നെയും കൂടി പഠിപ്പിച്ചേരി. മോളെ, ഇങ്ങനെയാണ് പുട്ടിന്റെ പൊടി കുഴയ്ക്കുക. വെള്ളം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഒരുപാട് പൊടി എടുത്തിടണ്ട, ആവശ്യത്തിന് ഇട്ടാ മതി. അതാ ആദ്യത്തെ കുറ്റിപ്പുട്ട് റെഡിയാണ്. നമ്മൾ കുത്തുന്നത് കണ്ടോ? മോനെ ഇങ്ങോട്ട് വാ. തീ കുറച്ചില്ലെങ്കിൽ ഗ്യാസ് തീർന്നു. കണ്ടോ, പുട്ട് വരുന്ന കണ്ടോ? കണ്ട? എന്താ നിങ്ങളെ മനമാറ്റത്തിനുള്ള കാരണോ? ഞമ്മളെ കെട്ടിയോളം മനസ്സറിയാത്ത കെട്ടിയോനല്ല. ഇത് വൈകിയാണെങ്കിലും ഞമ്മക്ക് ബോധോദയം ഉണ്ടായി. എന്നാ ഒന്ന് നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോന്ന്. എന്തേ? പോയില്ലേ? നന്നായിക്കണേ.